നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കേട്ടറ്റ് എന്ന് പറയുന്നാൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെ. ഇതുവരെയും BEd അല്ലെങ്കിൽ TTC കഴിഞ്ഞ് അടുത്ത LP-UPക്കോ HSക്കോ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡ പരീക്ഷ മാത്രമായാണ് നമ്മൾ കേട്ടറ്റിനെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് എന്താണ് നമ്മുടെ സ്ഥിതി മാറി. ഇനി എന്താണ് സർക്കാർ സ്കൂളുകളിലും അതേപോലെ എയ്ഡഡ് സ്കൂളുകളിലും വർക്ക് ചെയ്യുന്ന അധ്യാപകർക്കും കേട്ടറ്റ് നിർബന്ധമാക്കിയ ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെ നിർബന്ധമാക്കി സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് പ്രൊമോഷൻ അത് വേണ്ടി വരില്ല, അതല്ലെങ്കിൽ ഇനിയിപ്പോ കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വിധി മാറും, കാരണം ഞങ്ങൾ 20-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ ആണ്. അപ്പൊ ഇത്തരത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത സർവീസിലെ അധ്യാപകർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. ക്രാഷ് കോഴ്സ് ആണ് ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് കൃത്യമായ രീതിയിൽ കവറപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ ബൂസ്റ്റർ ബാച്ച് തന്നെയാണിത്. നിങ്ങൾക്കുള്ള സമയം, നിങ്ങളുടെ സമയപരിമിതികൾ അറിയാം, വീട്ടിലെ കാര്യങ്ങളും സ്കൂളിലെ തിരക്കുകളും എല്ലാം കഴിഞ്ഞ് ഉള്ള സമയം മാത്രം വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട്, അതായത് ഒരു ദിവസത്തിൽ ഒരു 1-1.5 മണിക്കൂറോ മാത്രം ഇതിനായി മാറ്റിവെച്ചാൽ ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന രീതിയിലൊരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെയാണ് നമ്മുടെ പുതിയ പ്രിപ്പറേഷൻസ് പോകുന്നത്. അപ്പോൾ പുതിയ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പർ കോൺടാക്ട് ചെയ്യാം. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കോച്ചിങ് ആണ്. കഴിഞ്ഞ 11 കേട്ടറ്റിലായി 10,000-ലധികം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ്. കഴിഞ്ഞ സ്പെഷ്യൽ കേട്ടറ്റിൽ 100% വിജയം എടുത്ത ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് ഇനി ആരംഭിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് പുതിയ അപ്ഡേഷൻ എന്ന് നോക്കാം. ഓക്കെ, കഴിഞ്ഞ തവണ, അതായത് നമ്മളിപ്പോ ഈ പ്രൊമോഷൻ ലിസ്റ്റുകൾ വരുന്ന സമയത്ത് കേട്ടറ്റ് ഇല്ലാത്തവർക്കും പ്രൊമോഷൻ നൽകിയിട്ട് അതൊരു ടെമ്പററി പ്രൊമോഷൻ ആയിട്ട് നിലനിർത്തിക്കൊണ്ട് ചെയ്യും. ഈ പറയുന്ന 2028-നുള്ളിൽ അവരെന്ത് ചെയ്താൽ മതി, കേട്ടറ്റ് നേടിയെടുത്താൽ മതി എന്നൊരു സർക്കുലർ വന്നിരുന്നു അല്ലെ. പക്ഷെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഉണ്ടായ ഒരു ഇൻഫോർമേഷൻ ആണ് കേട്ടോ, ഒരു ന്യൂസ് ആണ്, നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, പത്ര റിപ്പോർട്ടാണ്. അപ്പൊ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മലപ്പുറം അധ്യാപക സ്ഥാനക്കയറ്റത്തിന് കേട്ടറ്റ് തടസ്സമാകില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ ഉറപ്പ് വെറും വാക്കായി. ശനിയാഴ്ച മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശ്രീജ ഗോപിനാഥ് പുറത്തിറക്കിയ സർക്കാർ സ്കൂൾ പ്രൈമറി പ്രഥമാധ്യാപക തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റ ഉത്തരവിൽ കേട്ടറ്റ് ഇല്ലാത്ത അധ്യാപകരെല്ലാം പുറത്തായി. സമാനമായ സാഹചര്യമാണ് മറ്റിടങ്ങളിലും ഉണ്ടാവുകയെന്ന ആശങ്ക കേട്ടറ്റ് ഇല്ലാത്ത അധ്യാപകർ പങ്കുവെക്കുന്നു. 109 പ്രാഥമിക അധ്യാപകരുടെ പട്ടികയാണ് മലപ്പുറത്ത് ഇറക്കിയത്. പ്രഥമ അധ്യാപകരാവാൻ ക്ഷണിച്ച താൽപര്യ പത്രത്തിന് കേട്ടറ്റ് ഇല്ലാത്ത 19 പേർ അപേക്ഷിച്ചിരുന്നു. ഇവരെ സ്ഥാനക്കയറ്റത്തിൽ പരിഗണിക്കുമെന്ന് രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ നാഷണൽ പാരന്റ്സ് അസോസിയേഷൻ മന്ത്രി ഉറപ്പു നൽകിയിരുന്നതാണ്. പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ അധ്യാപകരുടെ സ്ഥാനക്കയറ്റത്തിൽ കേട്ടറ്റ് തടസ്സമാകില്ലെന്നുമായിരുന്നു ഉറപ്പ്. സുപ്രീം കോടതി കേട്ടറ്റ് എഴുതിയെടുക്കാൻ നൽകിയ 3 വർഷത്തെ സാവകാശം സ്ഥാനക്കയറ്റത്തിന് ബാധകമാണ്. ഇതനുസരിച്ചുള്ള നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിരുന്നു. ആ ഉറപ്പാണ് ഇല്ലാതെയായത്. സ്ഥാനക്കയറ്റം ലഭിച്ച അധ്യാപകർക്ക് കേട്ടറ്റ് യോഗ്യതയുണ്ടെന്ന് ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉറപ്പുവരുത്തണമെന്നും ശനിയാഴ്ചത്തെ ഉത്തരവിൽ പറയുന്നുണ്ട്. സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായി മെയ് 9-ന് കേട്ടറ്റ് പരീക്ഷ നടത്താൻ സർക്കാർ പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും ഇതുവരെയും നടന്നിട്ടില്ല. പല തവണകളിലായി പരീക്ഷ മാറ്റിവെച്ചു. പരീക്ഷകൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് 9-ന് പറഞ്ഞു, അത് നമുക്ക് ജൂൺ 27-28 ഇപ്പൊ എന്ത് പറയുന്നുണ്ട്, ജൂലൈ 11-12 തീയതികളിൽ നടക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് പ്രകാരം അത് ഓഗസ്റ്റിലേക്ക് മാറ്റാനുള്ള സാധ്യതകളുണ്ട് സെൻസസ് ഡ്യൂട്ടിയുടെ പശ്ചാത്തലത്തിൽ എന്നൊരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഓക്കെ, അപ്പൊ ഇതുമൂലം മിക്ക അധ്യാപകർക്കും പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ഇതൊന്നും വകവെക്കാതെയാണ് മലപ്പുറത്ത് കേട്ടറ്റ് ഇല്ലാത്തവരെ സ്ഥാനക്കയറ്റത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് അധ്യാപകർ പറയുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ വളരെ വിജിലന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു റിപ്പോർട്ട് തന്നെയാണ്. കാരണം കേട്ടറ്റ് എന്ന് പറയുന്നതിന് ഇപ്പൊ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. ഇതുവരെയായി കേട്ടറ്റ് നേടിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി മാറും, ഇനി ഞങ്ങൾക്ക് കേട്ടറ്റ് വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന അധ്യാപകർ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കേട്ടറ്റിനോട് പ്രിപ്പറേഷൻസ് ആരംഭിക്കാം. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് കേട്ടറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ഒന്നും ആയിരിക്കില്ല. നമ്മൾ കൃത്യമായ ഒരു ഗൈഡൻസോടുകൂടി ഒന്ന് നിങ്ങൾക്കുള്ള സമയം നമ്മളോടൊപ്പം ചെലവഴിക്കാനും ഞങ്ങൾ തരുന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യാനും നിങ്ങളൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയായിരിക്കും കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും ആശങ്ക വേണ്ട, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ എയിം സ്റ്റഡി സെന്ററിൽ കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകൾ
മെന്റർഷിപ്പോട് കൂടെ തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാം വരെയുള്ള ഒരു ക്രാഷ് കോഴ്സ് എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537088 നമ്മൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫുൾ സിലബസിന്റെയും ക്ലാസ്സുകളും നോട്ടുകളും കൂടാതെ തന്നെ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ സമയത്ത് പഠിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ശ്രീ ലേണിംഗ് ആപ്പിലൂടെ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ 5 മോഡൽ എക്സാമുകളും 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും 5000-ലധികം ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളുടെ PDF-ഉം സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകളും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന സ്ട്രാറ്റജി തീർച്ചയായും നിങ്ങളെ നല്ലൊരു വിജയത്തിലേക്ക് തന്നെ എത്തിക്കും. അപ്പൊ ഇനി ഒട്ടും ആശങ്കപ്പെടേണ്ട, നിങ്ങളുടെ വിജയത്തിനായി നമുക്ക് ഒന്നിച്ചു പോരാടാം. എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും, അധ്യാപക തസ്തികകളുമായി ബന്ധപ്പെട്ട, അധ്യാപക രംഗവുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും, നോട്ടിഫിക്കേഷൻസും, അപ്ഡേഷൻസും നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ കൂടെ തന്നെ ഇവിടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും കൂടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യാം. മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.